നമ്മൾ കാൽ നൂറ്റാണ്ട് പിന്നിട്ട വളരെ വലിയൊരു സംഗീത യാത്രയാണ് ആട്ടത്തിനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഒരു 27 വർഷത്തോളം പിന്നിട്ട ഈ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളാണ് കൂടുതലും. സനീഷ് പറഞ്ഞു, നമ്മുടെ കോർഡിനേറ്റർ, അതിനുശേഷം ശരത്ത്, നമ്മുടെ ടീമിലെ ഏറ്റവും നല്ലൊരു പെർഫോമർ. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇനിയിപ്പോൾ പ്രതീഷാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രതീഷ് ആട്ടത്തിനോടൊപ്പം ചേർന്നിട്ട് എത്ര വർഷങ്ങളായി? ഞങ്ങള് ഒരുമിച്ചാണ് യാത്ര തുടങ്ങിയിട്ടുള്ളത്. കൊള്ളന്നൂർ തന്നെയാണോ വീട്? അതെ. എല്ലാവരും കൊള്ളന്നൂർക്കാരാണ്. അതെ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇതേപോലെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. ഞാനിപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. സനീഷ് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ഇതിൻ്റെയൊക്കെ നടത്തുന്നത്. അപ്പോൾ ശരത്തായാലും ഇതിൻ്റെ ലീഡർഷിപ്പ്, അതായത് ഇത് പ്രമാണം എന്ന് പറഞ്ഞ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇപ്പം എത്തി നിൽക്കുന്നത്. കാരണം ഒരുപാട് സ്ഥലത്തുനിന്ന് ഒഴിവാക്കലുകൾ, പല പ്രതിസന്ധികളിൽ നിന്നൊക്കെയാണ്. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ബാൻഡ് സെറ്റ് അല്ലെങ്കിൽ മേളത്തിൻ്റെ, ഇപ്പോൾ പഞ്ചവാദ്യം, അതുപോലെ തന്നെ ചെണ്ടമേളത്തിൻ്റെ തന്നെ കിട്ടുന്ന ഈ 3 കലാരൂപങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത ഇതിൻ്റെ തുടക്കകാലത്ത് ശിങ്കാരിമേളത്തിന് ഉണ്ടായിരുന്നില്ല. ശിങ്കാരിമേളം കുറച്ചും കൂടി മാറ്റി നിർത്തുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വൻ സ്വീകാര്യതയാണ്. ഏത് ഉത്സവത്തിനാണെങ്കിലും ശിങ്കാരിമേളം, അതിൽ ഇപ്പോൾ ഒരു 7 ദിവസത്തെ ഉത്സവമാണെങ്കിൽ മറ്റ് കലാരൂപങ്ങളുടെ ഒപ്പം തന്നെ, നമ്മൾ പറയുമല്ലോ, ഒപ്പം തന്നെ കസാര വലിച്ചിട്ടിരിക്കാവുന്ന ഒരു രീതിയിലേക്ക് ഈ കലാരൂപം മാറിക്കഴിഞ്ഞു. ആദ്യം ആദ്യകാലത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ശിങ്കാരിമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ നമ്മൾ കുറച്ച് എന്താ പറയുക, കുടിച്ച് ഡാൻസ് ചെയ്യാൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലാരൂപം. അതിൻ്റെ ഒപ്പം ചിലപ്പോൾ നമ്മൾ തുള്ളിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ തുള്ളിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മദ്യപിച്ച് വരുന്ന ഒരാൾ ഏത് കലാരൂപത്തിനൊപ്പം ഡാൻസ് കളിക്കും. ഇതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു താളബോധത്തെ ഉണർത്തുന്ന, നമുക്കെല്ലാം മറന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന, അതിന് സാധിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഇതിനെ നമ്മൾ കാണാറുള്ളത്. ആട്ടത്തിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ടായിരിക്കും. ഇത്രയും വർഷങ്ങൾ, 26-27 വർഷം, ആയിരക്കണക്കിന് വേദികൾ, ആയിരക്കണക്കിന് ഉത്സവപ്പറമ്പുകൾ, ആയിരക്കണക്കിന് പെരുന്നാൾ കാലങ്ങൾ ഒക്കെ മനസ്സിലൂടെ പോകുന്നുണ്ടായിരിക്കും. സാധാരണ ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തിരുന്ന ഒരു അവസരങ്ങളിലാണ് നമുക്കൊരു ചാനലിലൊരു അവസരം കിട്ടുന്നത്. ഏത് ചാനലായിരുന്നു? ഫ്ലവേഴ്സിലെ കോമഡി ഉത്സവം. അത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള, അത് ഞങ്ങളുടെ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. അതിൽ മിഥില സാറൊക്കെ ആയിരുന്നു അതിൻ്റെ ഡയറക്ടറൊക്കെ. പിന്നെ സതീഷ് ഏട്ടൻ, ഷിബേട്ടൻ, അവരൊക്കെ അതിൻ്റെ ഗ്രൂമർ. അന്ന് ഇതേപോലെ ശിങ്കാരിമേളം എന്ന് പറഞ്ഞൊരു സംഭവം ഓൾറെഡി ഒരു TV ചാനലിൽ അങ്ങനെ അതിനൊരു വേദി ഇല്ല അവിടെ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളൊരു ശിങ്കാരിമേളം കൊണ്ട് ഒരു മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്. അത് ഈ ഒരു മേഖലയിൽ തന്നെ സത്യം പറഞ്ഞാൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഇതിനൊക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരുപാട് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുക. ആ ഒരു വേദി നമുക്ക് വളരെ സഹായകമായിട്ടുണ്ട്. അതുപോലെ ഈ മേഖലയ്ക്കും അതുപോലെ തന്നെ വലിയൊരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിങ്കാരിമേളം എന്ന് പറഞ്ഞ സംഭവം ഓൾറെഡി പൂരത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ഉത്സവത്തിന് മാത്രമാണ്. അതിങ്ങനെ ഒരു വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു സംഭവമല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്കാണ് നമ്മൾ ഇത്രയും ഒരു പവർഫുള്ളായിട്ടൊരു 10 മിനിറ്റ് ഒരു പാക്കപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അത് വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. ഈ മേഖലയ്ക്ക് തന്നെ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഒരുപാട് അറിയാത്ത ടീമുകളൊക്കെ വരെ ഫ്ലവേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ഗസ്റ്റുകൾ, വലിയ സിനിമയിലൊക്കെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ അന്ന് ആ പ്രോഗ്രാമിൽ. പിന്നെ ഇന്ത്യൻ ഫിലിം അവാർഡ് മിഥില സാറായിരുന്നു ഡയറക്ടറൊക്കെ.
പിന്നെ ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും പുതിയ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് സാറിനോട് പറയും ഞങ്ങളിങ്ങനെ പുതിയ സംഭവം സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വായോ അപ്പം അടുത്ത് ചെയ്യില്ല. അങ്ങനെ നമ്മളതിന് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആയി അവർക്ക്. അതെ ചെയ്ത് അവർ വന്നു കഴിഞ്ഞാൽ ആ വേദി സെറ്റാവും, അല്ലെങ്കിൽ അത് നല്ലൊരു വ്യൂ ഉണ്ടാവും എന്നുള്ളൊരു സംഭവത്തിന് നമ്മൾ കുറേ സ്റ്റേജ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു ഷോയാണ് ഇന്ത്യൻ ഫിലിം അവാർഡ് ചെയ്തതാണ്. അത് ഗംഭീര ഷോ ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ഒരുവിധം നടന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഷോയ്ക്ക്. ആ ഷോ സ്റ്റീഫൻ ദേവസി വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത്, സ്റ്റീഫൻ സാറായിട്ട് ആദ്യത്തെ ഒരു ഷോ ആയിരുന്നു അത്. അതെ, അതും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സെലിബ്രിറ്റികളുടെ ഒപ്പം ഈ ചെണ്ട ചെയ്യാം എന്നുള്ളൊരു സാധനം കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങള് സത്യം പറഞ്ഞാൽ അത് പ്രിപ്പയർഡ് ആയിട്ട് പോയതൊന്നുമല്ല, പെട്ടെന്ന് വന്നുള്ളൊരു സംഭവങ്ങളിലൂടെ ആളും അത് സമ്മതിച്ചു എന്നുള്ളതാണ്. കാരണം അന്നത്തെ കാലത്ത് മാക്സിമം ഒരു 2018 തോന്നുന്നു, അന്നത്തെ ടൈമില് ഞങ്ങൾ അറിയപ്പെടാത്തൊരു ടീമാണ്. ആള് അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാള് അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചൊന്നും വരില്ല ചില സെലിബ്രിറ്റികൾ. സെലിബ്രിറ്റികളുടെ ഒരു പൊതുവിലുള്ള ഒരു തോന്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ ഇത്രയും പേരുണ്ട്, അദ്ദേഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളാണ്, എങ്ങാനും ഒരു ചെറിയ പിഴവ് നിങ്ങളുടെ ഈ ഒരു 20 ആൾ അല്ലെങ്കിൽ 30 ആള് അടങ്ങുന്നൊരു സംഘമാണല്ലോ, ഇത് ഒരേ വേവ് ലെങ്ത്തിൽ എല്ലാവരും ഒന്നിച്ച് പെർഫോം ചെയ്യണല്ലോ. അപ്പൊ ആ സമയത്ത് ഒരാൾക്ക് വരുന്ന ഒരു പിഴവ് മതി ഇത് മൊത്തം പൊളിയാൻ. ആ പൊളിഞ്ഞതിന്റെ ഏറ്റവും കൂടുതൽ പാപഭാരം പിന്നെ ഈ സ്റ്റീഫൻ ദേവസി പോലുള്ള ഒരാളുടെ പുറത്തായിരിക്കും വരിക. അപ്പൊ ആ ഒരു റിസ്ക് പരിഗണിച്ചിട്ടാണ് പല സെലിബ്രിറ്റികളും അതിന് മടി കാണിക്കുക. സ്റ്റീഫൻ ദേവസി എന്നുള്ള ഒരു കലാകാരനെ സംബന്ധിച്ച് നിങ്ങളിൽ വലിയൊരു വിശ്വാസമുണ്ട്, നിങ്ങളൊരു ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളത് ചെറിയൊരു സംഭവം വളരെ ചെറിയ സമയത്തിനുള്ളിൽ കൊടുത്താലും അത് എത്രയും പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ശരിക്കും നിങ്ങളവിടെ തിരിച്ചു കാണുന്നത്. അതെ, ഞങ്ങള് സാറത് എപ്പോഴും പറയും, ആൾക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എങ്ങനെ ഒരു മ്യൂസിക് കൊടുത്തിട്ട് അത് നാളെ പ്ലേ ചെയ്യാണ് ഇത്രയും ദിവസം നിങ്ങൾക്ക് തരുന്നത്. തലേദിവസം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സാറിന് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ സാറ് ഇങ്ങനെ ജസ്റ്റ് സംഭവം പറഞ്ഞു, ഞങ്ങൾ രാത്രി അത്രയും ലേറ്റായിട്ടാണ് അങ്ങോട്ട് ചെല്ലണത്, ഒരു പുലർച്ചെയൊക്കെയാണ് ചെല്ലണത്, എന്നിട്ട് ഉറങ്ങാതെ അത്രയും ടൈം ഇതൊന്ന് നോക്കിയിട്ടാണ് പിന്നെ കാലത്ത് പോവാണ്. അപ്പോൾ അന്ന് ഉറക്കമില്ല. എല്ലാവരും കൂടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും തോന്നി കഴിഞ്ഞാൽ പിന്നെ ഉറക്കോ ഒരു ക്ഷീണോ ഒന്നും പ്രശ്നമല്ല. പക്ഷെ അത് വലിയൊരു ഉപകാരമായിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആള് എല്ലാ വേദികളിലും ചെണ്ട ചെയ്യാൻ നമ്മൾ തന്നെ വിളിച്ചു തുടങ്ങി. അതേപോലെ രാജേഷ് ചേട്ടനായിട്ട് ഇപ്പോൾ ശിവമണി സാറായിട്ട് ഇപ്പോൾ യുവർ ശങ്കരാജായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് പാട്ട് ഇറങ്ങാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ ഒക്കെ ഒരു വലിയൊരു തുടക്കമായിരുന്നത്. സിനിമയില് ഇപ്പോൾ യുവാൻ ശങ്കർ രാജയുടെ ഇത് വർക്ക് പറഞ്ഞു, സിനിമയില് ഒരു ഓർക്കസ്ട്രേഷന്റെ ഭാഗമായിട്ട് ശിങ്കാരിമേളം ഇതുപോലെ എത്ര പേരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സിനിമയിലത്തെ വർക്കുകൾ, അല്ലെങ്കിൽ ആൽബത്തിന്റെ വർക്കുകൾ. ഇപ്പൊ ഒരു സ്റ്റുഡിയോയില് വായിക്കുക എന്നുള്ളത് വേറൊരു അനുഭവമായിരിക്കുമല്ലോ. സ്റ്റുഡിയോയിൽ വായിക്കുക, ഇപ്പോൾ ഒരു ക്രൗഡിന്റെ ഉള്ളിൽ വായിക്കുക എന്നുള്ളത് ഒരു അനുഭവം, അതുപോലെ സ്റ്റേജിൽ വായിക്കുക എന്നുള്ളത് വേറൊരു അനുഭവം, സെലിബ്രിറ്റികളെ കൂടെ വായിക്കുക എന്നുള്ളത് വേറെ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യമാണ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു പോർഷൻ വായിക്കുക എന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഒരു സംഭവങ്ങളൊക്കെ ആയിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഒരു മ്യൂസിക് ചെയ്യുക, അല്ലെങ്കിൽ മ്യൂസിക് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിലും അതിനൊരു പെർക്യൂഷൻ ചെയ്യുക, അതിൻ്റെ ഒപ്പം നമ്മളൊരു ഭാഗമാവുക എന്നൊക്കെ പറയണത്. അപ്പോൾ അത്രയും ഒരു അനുഭവത്തിൻ്റെ പുറത്താണ് നമ്മൾ ജേക്സായിട്ടായിട്ട് ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ഒരു തുടരും സിനിമയിലത്തെ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ ഗോപിസുന്ദർ സാറായിട്ട് ഒരു ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ന് ഉയരെന്നൊരു പടത്തിലെ പാട്ടിന്. അതെ. അതുപോലെ മണികണ്ഠൻ അയ്യപ്പ അവനായിട്ടാണ് നമ്മൾ ഈ ചെണ്ട ആദ്യമായിട്ട് ട്രാക്കായിട്ട് നമ്മൾ പുറത്തിറക്കുന്നത്, പൂതെന്നുകൊണ്ടൊരു പാട്ട്. അവൻ തന്നെ പാടിയതാണ് മണികണ്ഠൻ. അത് നമ്മുടെ സുഹൃത്തും തൊട്ടടുത്താണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആദ്യം ചെല്ലുന്നത് അവൻ്റെ അടുത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോൾ ഈ പൂതൻ ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആട്ടങ്ങളെ സമയത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യണം എന്നുള്ളൊരു സംഭവമാണ്. കാരണം അന്നൊന്നും ആരും അങ്ങനെ ഒരു ചെണ്ട ഫുള്ളായിട്ട് ഒരു പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മളൊരു പ്രൊമോ സോങ്ങിന് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിറ്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കിയത്.
അപ്പോൾ മണികണ്ഠനായപ്പന് പറഞ്ഞു നമുക്കതൊരു സോങ് ആക്കാം. അപ്പോൾ പിന്നെ ജോഷ് എന്നുള്ളൊരു ഡയറക്ടർ ഉണ്ട്, ഇപ്പോൾ ഒരു കിറുക്കൻ എന്നൊക്കെ ഒരു പടം ചെയ്തില്ല. അപ്പോൾ ആളും എല്ലാവരും കൂടിയിട്ട് ഷോർട്ട് ഡ്രാമ അങ്ങനെ ഒരു പാറ്റേണിലാക്കിയിട്ട് ഒരു പാട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഫുള്ള് ചെണ്ട യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഒരു പ്രസൻസും കൂടെ വരും. പിന്നെ ആ പാട്ട് വലിയ ട്രെൻഡിങ് ആയിരുന്നു. ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ രാജ എന്ന് പറയുമ്പോൾ തമിഴിലും ഒരുപാട് വലിയ മ്യൂസിക് ഡയറക്ടറാണ്, മലയാളികൾക്കും പരിചിതനാണ്. അദ്ദേഹം നിങ്ങളെ ക്ഷണിക്കുന്നു. ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്? അതെ ചെന്നൈയിലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ സ്റ്റീവൻ ദേവസി ആയിട്ടുള്ള ഒരു കണക്ഷന്റെ പുറത്ത് എത്തിയതാ. കാരണം നമ്മൾ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നിരുന്നു ചെന്നൈയിൽ. അതിൽ നമ്മൾ ശിവമണി, പിന്നെ രാജേഷ് വൈദ്യ എന്നിട്ടൊരു ആള്, പിന്നെ സ്റ്റീഫൻ സാറ്, പിന്നെ നമ്മളും കൂടിയിട്ട് ഒരു ഫ്യൂഷൻ ആ സ്റ്റേജിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം നമ്മളവിടെ പോയിരുന്നു. അപ്പോഴാണ് ഈ യുവശങ്കരാജയുടെ പടത്തിൻ്റെ പടച്ചെന്നൊക്കെ ചെയ്തിട്ടുള്ള അമീർ സുൽത്താൻ ആളാണ് അതിൻ്റെ ഡയറക്ടർ പടത്തിൻ്റെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാർത്തിക് എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് നമ്മളതിനെ കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെ ചെണ്ട കണ്ടിട്ടാണ് നമ്മളൊരു വേർഷൻ വേറെ ചെയ്തിരുന്നു ചെണ്ടയിൽ. അത് യൂട്യൂബിൽ വളരെ ഹിറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് വിളിച്ചത്. അപ്പോൾ അതേ സെയിമിലുള്ളൊരു സംഭവം ചെയ്യണമെന്നുണ്ട്. നമ്മൾ കുറേ നമ്മുടെ ഋതങ്ങളൊക്കെ ചെയ്തിട്ട് പാട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ പടത്തിൽ ആ പാട്ടിൻ്റെ നമ്മൾ ഫുള്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പടം ഇറങ്ങിയിട്ടില്ല. അത് എന്തൊക്കെയോ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ ഇതേ പറഞ്ഞ പോലെ തന്നെ ഓരോ കണക്ഷനിലൂടെ ഒക്കെ എത്തിപ്പെട്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഷോ ഇന്ത്യൻ ഫിലിം അവാർഡ് ഫ്ലവേഴ്സിൻ്റെ വലിയൊരു ഷോ ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾക്കുള്ളൊരു വലിയൊരു വാതിലായിരുന്നത്. ചാനലിലും സിനിമയിലും ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഒരു കലാകാരനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളാണ് നമുക്കെപ്പോഴും ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മൾ നാട്ടിലെ ഉത്സവങ്ങളിൽ നമ്മൾ കൊട്ടി തുടങ്ങുന്നു. അതിനുശേഷം തൃശ്ശൂർ ജില്ല മുഴുവൻ നമ്മൾ വ്യാപിക്കുന്നു, കേരളം മുഴുവൻ വ്യാപിക്കുന്നു. ഇതേ കലാരൂപമായിട്ട് നമ്മൾ പുറത്തു പോയിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു. അതിനിടയിൽ നമ്മൾ ഇതുപോലെയുള്ള അവസരങ്ങൾ ചാനലുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. ആ പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ വലിയ അവാർഡ് നൈറ്റുകളിലേക്ക്, ആദ്യം ഒരു ചെറിയ ഷോയിൽ തുടങ്ങി വലിയ അവാർഡ് നൈറ്റുകളിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അത് കണ്ട് സിനിമയിലേക്ക് ക്ഷണം വരുന്നു. സിനിമയുടെ ഓർക്കസ്ട്രേഷനിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു, അതും തമിഴിൽ പോയി ചെയ്യുന്നു. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്രാഫ്. ആട്ടത്തിൻ്റെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വലിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. കാരണം 27 വർഷം കൊണ്ട്, പ്രത്യേകിച്ച് ശിങ്കാരിമേളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയധികം സ്വീകാര്യത ഇല്ലാതിരുന്ന ഒരു കാലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് പലതരത്തിലുള്ള പ്രതിസന്ധികളും മറികടന്ന് തങ്ങളുടേതായൊരു വഴി വെട്ടി അതിലൂടെ മുന്നേറി ഇപ്പോൾ ഈ ഒരു നിലയിൽ എത്തിച്ചേരുകയും, അതിനുവേണ്ടി നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും വിചാരിക്കും അപ്പോൾ ഇതായി ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ മടി പിടിച്ചിരിക്കാതെ കൂടുതൽ കണ്ടെത്തലുകൾ നടത്താനും നമ്മുടെ ഉള്ളിലെ ഒരു പ്രതിഭയെ ഓരോ നിമിഷവും നമ്മളിങ്ങനെ രാഗി മിനുക്കി ആ ഒരു ഊർജ്ജത്തിൽ മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോട്ടെ. എല്ലാ വിധത്തിലുള്ള ആശംസകളും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിവിടെ ഈ കുറച്ച് ദിവസങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു 30 പേരും വന്ന് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തോളം നമ്മൾ അതിനു വേണ്ടി സമയം മാറ്റി വെച്ചു. അപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ട് അല്ലെങ്കിൽ ഒരു പണ്ടാണെങ്കിൽ നമ്മൾ പറയും ഒരു ഷോക്കാർഡ്, ഒരു ഷോക്കാർഡാണ് ഒരു സീസണിലേക്കുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. സീസൺ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ദുബായിൽ പോയി വന്നു. ഇനിയിപ്പോൾ അയർലൻഡിൽ പോകാനായിട്ടിരിക്കുന്നു. എന്തായാലും ഈ യാത്ര വളരെ ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് പോട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.